എന്തിനായിരിക്കും ഷെയ്ഖ് സായിദ് ഇങ്ങനെ പറഞ്ഞിരിക്കുക? ഒരു ജനതയുടെ വികാസവും പരിണാമവും അതിന്റെ ചരിത്ര നിർമ്മിതിയെ ആശ്രയിച്ചിരിക്കും. പൂർവ്വകാല ചരിത്രം ഉൾക്കൊള്ളാത്ത ഒരു സമൂഹത്തിന് ക്രിയാത്മകമായ പുരോഗതി സാധ്യമല്ലെന്ന് അദ്ദേഹം ഊന്നി പറയുന്നു. ഷെയ്ഖ് സായിദിന്റെ കാഴ്ചപ്പാടിനെ അടയാളപ്പെടുത്തുന്ന നിരവധി ചരിത്രശേഖരങ്ങൾ യുഎയിലുടനീളം കാണാൻ കഴിയും. അബുദാബി ഹെറിറ്റേജ് വില്ലേജിലെ ശ്രദ്ധേയമായ കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. വില്ലേജിനകത്തൊരു കുഞ്ഞു മുറിയുണ്ട്, അൽ സമാൻ മ്യൂസിയം. നമ്മെ അറിയാതെ പോയ കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അവിടെ പ്രാചീന നാണയ ശേഖരങ്ങളുടെ ഒരു വിഭാഗമുണ്ട്. ആധുനിക ലോകത്ത് നാണയങ്ങൾ സാമ്പത്തിക ഇടപാടുകൾക്കുള്ള ഉപകരണം മാത്രമാണ്. ഡിജിറ്റൽ കറൻസിയുടെ ലോകത്ത് ജീവിക്കുന്ന നമ്മൾ പ്രാചീന നാണയങ്ങൾ എന്താണെന്നറിയണ്ടേ? ആദ്യകാലത്ത് നാണയങ്ങൾ ചരിത്രത്തിന്റെ പ്രധാന പുരാവസ്തു സ്രോതസ്സായിരുന്നു. നാണയങ്ങൾ നോക്കിയായിരുന്നു ഒരു രാഷ്ട്രത്തിന്റെ അല്ലെങ്കിൽ ഒരു ദേശത്തിന്റെ ഭാഷ, ഭരണം, മതം, സാമ്പത്തികം തുടങ്ങിയ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിരുന്നത്. ചരിത്രരചനയിൽ പ്രാചീന നാണയങ്ങൾ നിർണായകമായ പങ്ക് വഹിച്ചിരുന്നു. ക്രിസ്തുവിന് മുമ്പ് 3-ാം നൂറ്റാണ്ടിൽ ചക്രവർത്തി അലക്സാണ്ടർ ദ ഗ്രേറ്റ് ആണ് ആദ്യത്തെ ഒറ്റ നാണയത്തിന്റെ പിതാവായി അറിയപ്പെടുന്നത്. അലക്സാണ്ടർ പുറത്തിറക്കിയിരുന്ന നാണയത്തിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തിന്റെ വ്യാപ്തി പിൽക്കാല ചരിത്രകാരന്മാർ വായിച്ചെടുത്തത്. എന്നാൽ യഥാർത്ഥ നാണയം കണ്ടുപിടിച്ചത് BC 6-ാം നൂറ്റാണ്ടിൽ ഇപ്പോഴത്തെ തുർക്കി ഭരിച്ചിരുന്ന ലിഡിയൻ രാജവംശമാണ്. സ്വർണവും വെള്ളിയും ചേർത്തുള്ള വിലയേറിയ നാണയങ്ങളായിരുന്നു ലിഡിയക്കാർ അടിച്ചിറക്കിയത്. BC 11-ൽ ചൈനയ്ക്കും സ്വന്തമായി നാണയമുണ്ടായിരുന്നു. പിന്നീട് ഗ്രീക്ക്, റോം വഴി നാണയങ്ങൾ അറബ് ലോകത്ത് എത്തുന്നു. മുഹമ്മദ് നബിയുടെ കാലത്ത് അറബിയിൽ സ്വന്തമായി നാണയങ്ങൾ പുറത്തിറക്കിയിരുന്നില്ല. വാണിജ്യത്തിനായി ബൈസന്റൈൻ, പേർഷ്യൻ നാണയങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. ഇസ്ലാമിക ലോകത്ത് ആദ്യമായി സ്വന്തം നാണയം അടിച്ചിറക്കുന്നത് AD 692-ൽ ഉമവിയ ഭരണകാലത്താണ്. 5-ാം ഖലീഫയായ അബ്ദുൽ മാലിക് ഇബ്നു മർവാന്റെ കാലഘട്ടത്തിലാണ് ദിനാർ എന്ന പേരിൽ ആദ്യത്തെ നാണയം പുറത്തിറങ്ങുന്നത്. 4.4 ഗ്രാം തൂക്കത്തിൽ സമകാലിക നിലവാരത്തിലുള്ള സ്വർണ്ണ നാണയം പ്രചാരത്തിൽ വരുന്നത് ഇക്കാലത്താണ്. ഉമവിയ കാലഘട്ടത്തിലേതടക്കം നിരവധി പ്രാചീന നാണയങ്ങളുടെ ശേഖരം ഇവിടെ കാണാം. ചരിത്ര കുതുകികൾക്ക് ഇതൊരു അമൂല്യ കാഴ്ചയായിരിക്കും. പ്രാചീന ഇന്ത്യയിലെ കോസലയിലും മഗധയിലും നാണയങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ആധുനിക രൂപത്തിലുള്ള നാണയങ്ങൾ അടിച്ചിറക്കുന്നത് 1540-ൽ സുൽത്താൻ ഷേർഷാ സൂരിയുടെ കാലത്താണ്. ഇത്തരത്തിൽ നാണയങ്ങളുടെ കഥ പറയാൻ ഏറെയുണ്ട്. പ്രാചീന നാണയങ്ങളുടെ വലിയ ശേഖരം ഈ മ്യൂസിയത്തിലുണ്ട്. നാണയങ്ങൾ മാത്രമല്ല, ആദ്യകാലത്ത് ഇമറാത്തിൽ ഉപയോഗിച്ചിരുന്ന നിരവധി വസ്തുക്കളും ഇവിടെ പുരാവസ്തു ശേഖരത്തിലുണ്ട്. ഇവിടെ കാണുന്ന ഓരോ വസ്തുവിനും ഈ ദേശത്തിന്റെ കഥ പറയാനുണ്ടാകും. പോയ കാലത്തിന്റെ വിസ്മയിപ്പിക്കുന്ന കഥകൾ.